നമ്മൾ കേക്കിലൊക്കെ ചേർക്കുന്ന കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്കാണെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തു. ഇനി ഇത് നന്നായിട്ട് അലിഞ്ഞ് ഒരു ബബിള് പോലെ ആവുന്നിടം വരെ വെക്കണം. ഇതേപോലെ ബബിൾസ് വന്ന് തുടങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അത് സാധാരണയായിട്ട് വരുന്നതാണ് ഇങ്ങനെ ബബിൾസ് ആയ ശേഷം മാത്രമാണ് കളർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞ് വരുമ്പോഴും നല്ലപോലെ പതഞ്ഞ് വരുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ആ ഒരു കളർ ചേഞ്ച് വരുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി അങ്ങ് ഡാർക്ക് ബ്രൗൺ ആവാൻ നിൽക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്ലെയിം ആണെങ്കിൽ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പഞ്ചസാര കാരമലൈസ്ഡ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. കരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കത് കേക്കിൽ ചേർക്കാനും പറ്റില്ല. കേക്കിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചെറുതായിട്ടൊക്കെ കളർ മാറി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. അപ്പം ഇതൊരു സ്ലോ പ്രോസസ്സാണ്. പക്ഷേ എന്നാൽ വളരെ പെട്ടെന്നാവും. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയ ശേഷം നല്ലപോലെ ആറിയിട്ടാണ് കേക്കിലൊക്കെ ചേർക്കുക. നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും സാധിക്കും. അപ്പോൾ കളർ ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ ആവുന്നുണ്ട്. അപ്പോൾ ഈ സമയം മുതൽ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ചു കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തത് കൊണ്ട് ഏകദേശം ഒരു 3/4 കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോഴൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. കാരണം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു ടൈം ആകുമ്പോഴാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴും ഫ്ലെയിം ലോ ടു മീഡിയം തന്നെ വെച്ചിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് എന്നിട്ട് 1 മിനിറ്റ് കൂടി അതിൽ ഫ്ലെയിമിൽ വെച്ചേക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരല്പം കട്ടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 മിനിറ്റ് കൂടി ഇതിൽ വെക്കണമെന്ന് പറയുന്നത്. അതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒത്തിരി ഡാർക്ക് ബ്രൗൺ ആയിട്ടില്ല, നല്ലൊരു ബ്രൗണിഷ് ഷെയ്ഡിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പം 1 മിനിറ്റ് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണെന്നുണ്ടെങ്കിൽ ആ പതയെല്ലാം അങ്ങ് മാറിയിട്ട് നമുക്ക് നല്ല സിറപ്പായിട്ട് തന്നെ കിട്ടും. ഈ ഒരു കളറിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് ചൂടാറിയ ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ജാറിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പം ക്രിസ്മസിൻ്റെ സമയത്തൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. എസ്പെഷ്യലി അറിയാമല്ലോ, എല്ലാവരും ഫ്രൂട്ട് കേക്കിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തണുത്ത ശേഷം ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റുകയാണ്. ബോട്ടിലല്ല, ഞാനിപ്പോൾ ഒരു കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കപ്പിൽ ഒഴിക്കുന്നത്. ഞാനിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റി സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.